ഇന്ന് നമുക്ക് മാത്സ് നോക്കാം. എല്ലാവരും പേജ് നമ്പർ 21 എടുക്കുക. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ. അമൽ എന്തോ വന്ന് പറയുന്നത് നോക്കാം. റിയാൻ ആൻഡ് അവനി ആർ കമ്മിൻ. റിയാനും അവനിയും വരുന്നുണ്ട് പറയാണ്. റിയാനും അവനിയും അവരുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഇവ പറയാണ് ലെറ്റ്സ് ഷോ ദം തിത്തിരി. നമുക്ക് അവർക്ക് തിത്തിരീനെ കാണിച്ചു കൊടുക്കാം എന്ന് പറയാണ് ഇമ. റിയാൻ ആൻഡ് അവനി കെയിം ടു സീ തിത്തിരി. തിത്തിരിനെ കാണാനായിട്ട് റിയാനും അവനിയും വന്നു. റിയാൻ പറയാണ് ഐ കോണ്ട് സീ ഹർ, ലെറ്റ് മീ ഫീൽ ഹർ. എന്താ പറഞ്ഞാൽ എനിക്ക് അവളെ കാണാൻ കഴിയില്ല, അവളെ ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ എന്ന് പറയുകയാണ്. കണ്ണ് കാണാൻ പറ്റാത്ത കുട്ടിയല്ലേ റിയാൻ. ഹി കെയർസ് തിത്തിരീനെ കെയേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ തലോടുക. കെയേഴ്സ് എന്ന് പറയുന്നതാണ് തലോടുക കേട്ടോ. സോ സ്മൂത്ത് ഹി സെഡ്. എന്താ പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല മിനുസം എന്ന് പറഞ്ഞു അല്ലേ. ഹി സെഡ് അവൻ പറഞ്ഞു. ഇനി പേജ് നമ്പർ 22 എടുക്കുക. അമൽ ബ്രോട്ട് സം ടോയ്സ് ടു പ്ലേ. ദേ ഗ്രൂപ്പ് സിമിലർ ടോയ്സ്. അമൽ എന്ത് ചെയ്തു, കുറച്ച് ടോയ്സ് കൊണ്ടുവന്നു അല്ലേ കളിക്കാനായിട്ട്. അവരെന്ത് ചെയ്തു, അത് ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വേർതിരിക്കുക, ഓരോരോ ഗ്രൂപ്പാക്കി. എങ്ങനെ ഗ്രൂപ്പാക്കുന്നത്, സിമിലർ ടോയ്സ് ഒരേ പോലത്തെ ടോയ്സിനെ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഗ്രൂപ്പാക്കി മാറ്റി. വിച്ച് ഓഫ് ദ ടോയ്സ് ആർ എലൈക്ക്, കൗണ്ട് ആൻഡ് റൈറ്റ്. ഏതൊക്കെ ടോയ്സാണ് ഒരുപോലെ ഉള്ളത് അതൊന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പിക്ചർ വന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് ചോട്ടിൽ തന്നിട്ടുണ്ട്. ടോപ്പ് അല്ലേ, ടോപ്പ് എന്ന് പറഞ്ഞാൽ പമ്പരം. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 2 കിട്ടിയോ ആൻസർ. പമ്പരം എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ടോ, അപ്പോൾ 2 എന്ന് എഴുതുക. നെക്സ്റ്റ് ടോയ് ട്രക്ക് കണ്ടോ, 2 വണ്ടികൾ കണ്ടില്ലേ, ട്രക്കുകൾ കണ്ടല്ലോ, ഗ്രീനും റെഡും അല്ലേ. അപ്പോൾ എത്ര, 2. ഇനി ഡ്രം എന്ന് പറഞ്ഞാൽ ചെണ്ട കേട്ടോ. ചെണ്ട 1 ഉള്ളൂ അല്ലേ, അപ്പോൾ 1 എന്ന് എഴുതുക. അടുത്തത് വിസിലാണ്. വിസിൽ എത്ര ഉണ്ടെന്ന് നോക്കൂ. പി കേട്ടോ. എത്ര ഉണ്ട്, 1 2 3 4 5 ഉണ്ടല്ലോ. ബാറ്റ് എത്ര ഉണ്ട്, 2 ഇല്ലേ. നെക്സ്റ്റ് ബോൾ കൗണ്ട് ചെയ്ത് നോക്കൂ, 3 കണ്ടോ. പിന്നെ റോബോട്ട് 2 ഉണ്ടല്ലേ. ഇനി അടുത്ത് ചോദിച്ചിരിക്കുകയാണ് വാട്ട് മോർ ടു കൗണ്ട്. ഇനി എന്താണ് കൂടുതലായിട്ട് കൗണ്ട് ചെയ്യാനുള്ളത്. ആ പിക്ചർ നമ്മളിപ്പോൾ എല്ലാം കൗണ്ട് ചെയ്ത് കഴിഞ്ഞോ, ഇല്ല അല്ലേ. ഡോൾ കൗണ്ട് ചെയ്തിട്ടില്ലല്ലോ, പാവ. അപ്പോൾ എന്താ അവിടെ എഴുതേണ്ടത്, ഡോൾ എന്ന് എഴുതുക. വാട്ട് മോർ ടു കൗണ്ട്, ഡോൾ. അപ്പോൾ ഹൗ മെനി ഡോൾസ് ഉണ്ട് അവിടെ, എത്ര ഡോൾസ് ഉണ്ട്, നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കി നോക്കൂ. 4 കിട്ടിയോ, അപ്പോൾ 4 എന്ന് എഴുതുക. അടുത്തത് എല്ലാവരും പേജ് നമ്പർ 23 എടുക്കുക. അതിൽ റയാൻ ചോദിക്കുകയാണ് ഹൗ ഡു വി റൈറ്റ് 1. എങ്ങനെയാണ് നമ്മൾ 1 എന്ന് എഴുതുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവന് എന്താ പറയണത്, ദർ ഈസ് എ സോങ് ഫോർ ഇറ്റ്. അതിന് ഒരു പാട്ടുണ്ട് എന്ന് പറയുകയാണ്. 1 എന്ന് എങ്ങനെ എഴുതാന്നുള്ളതിന് ഒരു പാട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇവിടെ കണ്ടോ ഒരു പാട്ട് കൊടുത്തിരിക്കുന്നത്. ആ സോങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലെ കുട്ടിക്കവിതകൾ എഴുതിയിരുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ 1 എന്ന കവിതയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. നമുക്കൊന്ന് നോക്കാം. ഹൗ ഡു വി റൈറ്റ് 1. ദിസ് ഈസ് ഹൗ വി റൈറ്റ് 1. നോ curve, നോ ടേൺ, നോ സ്ലാൻഡ്, നോ ബെൻഡ്, എ ലിറ്റിൽ ലൈൻ, ഷോർട്ട് ആൻഡ് സ്ട്രെയിറ്റ്, ദാറ്റ്സ് എ നൈസ് 1, ഓൾ ഫോർ 1, 1 ഫോർ ഓൾ. എന്താ പറയുന്നത്, 1 എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ 1 ഇങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര, 1 ഇങ്ങനെ എഴുതാം. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. ഇതാണ് കേട്ടോ കവിത. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. എന്നിട്ട് അവന് പറയാണ് ടു റൈറ്റ് 2, ജസ്റ്റ് ഫീൽ ദിസ് പിക്ചർ. 2 എഴുതാനായിട്ട് ഈ പിക്ചർ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു. റയാൻ എന്ത് ചെയ്തു, റയാൻ മൂവ്ഡ് ഹിസ് ഫിംഗർ ഓൺ ദ സാൻഡ് പേപ്പർ കാർഡ്. സാൻഡ് പേപ്പർ കാർഡിലാണ് കേട്ടോ എഴുതി കൊടുത്തിരിക്കുന്നത് അവന്. അപ്പോൾ റയാൻ എന്ത് ചെയ്തു, അവൻ്റെ വിരലുകൾ ഇങ്ങനെ മെല്ലെ മൂവ് ചെയ്ത് നോക്കി സാൻഡ് പേപ്പർ കാർഡ് അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. റയാൻ പറഞ്ഞു ഓക്കെ അവന്, ഐ ഗോട്ട് ഇറ്റ് നൗ. ഇപ്പോൾ എനിക്ക് അത് മനസ്സിലായി എന്ന് പറഞ്ഞു. പേജ് നമ്പർ 24 എടുക്കുക. ദേ ഹേർഡ് എ ബേർഡ് ക്രൈയിങ് ഔട്ട്സൈഡ്. പുറത്ത് ഒരു പക്ഷി കരയുന്നത് അവർ കേട്ടു. ദേ വെൻറ്റ് ടു ദ ഗാർഡൻ. അവർ എവിടേക്കാണ് പോയി, ഗാർഡനിലേക്ക് പോയി. ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. അമൽ പറയാണ് ഹിയർ ഈസ് യുവർ മോം. തിത്തിരിയോട് പറയാണ് ദാ ഇവിടെ ഉണ്ട് നിൻ്റെ അമ്മ എന്ന് പറയും. അപ്പോൾ തിത്തിരി മോമി എന്ന് വിളിച്ചു അല്ലേ, അമ്മേ എന്ന് വിളിച്ചു. അപ്പോൾ മോമ എവിടെയായിരിക്കുന്നത്, സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. മമ്മി പറഞ്ഞു മൈ ഡിയർ എന്ന് വിളിച്ചു അല്ലേ. തിത്തിരി വാസ് ഹാപ്പി ആൻഡ് സാഡ്. തിത്തിരിക്ക് സന്തോഷമായി ഒപ്പം തന്നെ വിഷമമായിരുന്നു. എന്താ കാര്യം, തിത്തിരിക്ക് ഹാപ്പി ആവാൻ അമ്മേനെ കണ്ടു അല്ലേ, അപ്പോൾ സന്തോഷമായി. പക്ഷെ എന്തുവാണ്, തിത്തിരിക്ക് വിഷമമാണ്. തിത്തിരിക്ക് എന്തും കൊണ്ട് വിഷമാവാൻ കാരണം
ഇവരെന്നെ വിട്ടിട്ട് പോവാണ് അല്ലേ. ഐ വിൽ കം ടുമാറോ, ബൈ. എന്താ പറഞ്ഞ തിത്തിരി, ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞു. അടുത്തത് പേജ് നമ്പർ 25 എടുക്കുക. ലുക്ക് അറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഫ്ലവർ, ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ലീവ്സ്. നമുക്ക് കുറേ ഫ്ലവേഴ്സ് തന്നിട്ടില്ലേ, അതിലൊക്കെ ഓരോ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിനനുസരിച്ചുള്ള ലീവ്സ് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫ്ലവറിൽ അവർ 2 എന്ന നമ്പർ ഇട്ട ഫ്ലവറിൽ കണ്ടോ 2 ലീവ്സ് അവർ വരച്ച് തന്നിട്ടുണ്ട്. ബാക്കി ഫ്ലവേഴ്സിൽ നമ്മൾ ലീവ്സ് വരച്ച് ചേർക്കണം. ആദ്യത്തെ ഫ്ലവർ നോക്കൂ, 5 എന്നാണ് നമ്പറിലെ. അപ്പോൾ നമ്മൾ എത്ര ലീവ്സ് വരയ്ക്കണം? 5 ലീവ്സ് വരയ്ക്കുക. നെക്സ്റ്റ് കണ്ടോ 4 എന്നാണ് ഫ്ലവറിൻ്റെ നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 ലീവ്സ് വരയ്ക്കണം. നെക്സ്റ്റ് 3 ആണ് നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ലീവ്സ് വരയ്ക്കണം. അടുത്തത് വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ, സർക്കിൾ ദം. ഏതൊക്കെയാണ് ഒരുപോലെ നമ്പറുള്ള, എണ്ണത്തിൽ ഒരുപോലെയുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനെ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ നോക്കുക, ക്രെയിൻസ്. ഇതൊക്കെ കൊക്കുകളാണല്ലേ. കൊക്കുകളിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്താ? ക്രെയിൻസ് എന്നാണ് കേട്ടോ. ക്രെയിൻ ആണ് കേട്ടോ. കൊക്കിന് എന്താ പറയുക? ക്രെയിൻ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എത്ര കൊക്കുണ്ട് നോക്കുക, നെക്സ്റ്റ് ഗ്രൂപ്പിൽ നോക്കുക, നെക്സ്റ്റ് ഗ്രൂപ്പിൽ കൗണ്ട് ചെയ്യുക. എണ്ണത്തിൽ ഒരുപോലെയുള്ള ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച് നോക്കുക. ഏതൊക്കെ വരിക? ഫസ്റ്റ് ഗ്രൂപ്പും വരും, തേർഡ് ഗ്രൂപ്പും ആണല്ലേ. അപ്പോൾ അതിന് രണ്ടിനും സർക്കിൾ ചെയ്യുക കേട്ടോ. അടുത്തത് പേജ് നമ്പർ 26 എടുക്കുക. അതിൽ ലെറ്റ്സ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൗണ്ട് ദ ബേർഡ്സ് ആൻഡ് കളർ. എന്താണ്? ബേർഡ്സിനെ കൗണ്ട് ചെയ്തിട്ട് എണ്ണി നോക്കിയിട്ട് അതിനെ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറേ ബേർഡ്സ് തന്നിട്ടുണ്ട്. അത് ഗ്രൂപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പിൽ 5 ബേർഡ്സ് ഉണ്ട്, നെക്സ്റ്റ് ഗ്രൂപ്പിൽ 2 ബേർഡ്സ് ഉണ്ട്, അടുത്തത് 1 ബേർഡ്, നെക്സ്റ്റ് 3 ബേർഡ്സ്, നെക്സ്റ്റ് 4 ബേർഡ്സ്. ഇനി അതെങ്ങനെയാണ് കളർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ട് 1 2 3 4 5. ആ തന്നിരിക്കുന്ന കളർ അനുസരിച്ച് വേണം നമ്മൾ കളർ ചെയ്യാനായിട്ട്. ബേർഡ്സ് ഓഫ് വിച്ച് കളർ ആർ ദ മോസ്റ്റ്? ഏത് കളർ ബേർഡ്സ് ആണ് കൂടുതൽ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ്, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറവ്. നമുക്ക് പറയാലോ ഏതിനാ കൂടുതൽ? ബ്ലൂ അല്ലേ. അപ്പോൾ ബ്ലൂ എന്ന് എഴുതുക. ഹൗ മെനി എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ബേർഡ്സ് ഉള്ളത്? ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 5 അല്ലേ. അപ്പോൾ 5 എന്ന് ആൻസർ ചെയ്താൽ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദി സ്മോളസ്റ്റ്. ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതാനാണ് പറയുന്നത്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5. അതിലെ ലാർജസ്റ്റ് നമ്പർ ഏതാ? വലിയ നമ്പർ ഏതാ? 5 അല്ലേ. അപ്പോൾ 5 എന്ന് ആദ്യം എഴുതുക. നെക്സ്റ്റ് 4 അല്ലേ. അപ്പോൾ 4 എഴുതുക. നെക്സ്റ്റ് 3 ആണ്, 3 എഴുതുക. നെക്സ്റ്റ് 2 എഴുതുക. നെക്സ്റ്റ് 1. അപ്പോൾ ലാർജസ്റ്റ് ടു ദി സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. നമ്മുടെ ആദ്യത്തെ യൂണിറ്റായ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ യൂണിറ്റിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ബൈ.